നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇവിടെ ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്ന ഒരു വാർത്തയാണ്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് തകർത്തു എന്നുള്ളതാണ് ആ വാർത്ത. ഏത് രീതിയിലാണോ ഇസ്രായേലും അമേരിക്കയും ഇറാനിലെ ആയത്തുള്ള അലി ഖംനാഇയെ വകവരുത്തിയത്, അതേ രീതിയിൽ തന്നെ ഇറാൻ ഒരു തിരിച്ചടി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. ബെഞ്ചമിൻ നെതന്യാഹുവിനെ മാത്രമല്ല, ഇവിടെ ഇസ്രായേലിന്റെ എയർഫോഴ്സ് കമാൻഡറെ കൂടെ ഇവിടെ ഇറാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നു. ഹൈബർ മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ടൈംസ് നൗ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പേജിലാണ്, ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. ദ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഓഫ് ഇറാൻ claimed to have launched a surprise missile attack targeting Israeli Prime Minister Benjamin Netanyahu's office and the Israeli Air Force commander using Khyber missile. However, there is no official confirmation from the Israel side in this regard. ഇതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വിവരം. ഏകദേശം ഒരു മണിക്കൂറായി കാണും ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നിട്ട്. എന്തായാലും ഇവിടെ മറ്റു മാധ്യമങ്ങളൊന്നും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഇവിടെ വളരെ കൃത്യമാണ്, ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു അവകാശവാദം ഉണ്ടായിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അതുപോലെ തന്നെ എയർഫോഴ്സ് കമാൻഡറെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ബങ്കറിനടിയിലുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെതിരെ ഹൈബർ മിസൈൽ പ്രയോഗിച്ചു. ഈ ഓഫീസ് കെട്ടിടം തകർത്തു എന്നുള്ളത് തന്നെയാണ് വാർത്ത. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. നമുക്കറിയാം, ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേലിലെ മന്ത്രിമാരെല്ലാവരും ബങ്കറിനടിയിലാണ്. ബെഞ്ചമിൻ നെതന്യാഹു രാജ്യം തന്നെ വിട്ടുപോയി എന്നുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ വിമാനം മാത്രമാണ് ഇവിടെ ജർമ്മനിയിലെ ബെർലിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ അത് പാർക്ക് ചെയ്തിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൽ തന്നെയുണ്ട്. ബങ്കറിനടിയിലാണ്, ഭൂമിക്കടിയിലാണ് അദ്ദേഹം ഉള്ളത്. എല്ലാ മന്ത്രിമാരും ഭൂമിക്കടിയിൽ തന്നെയാണ് എന്നുള്ള വാർത്തകളാണ് പിന്നീട് പുറത്തു വന്നത്. എന്തായാലും ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഭൂമിക്കടിയിൽ, അദ്ദേഹത്തിന്റെ ഓഫീസ് കെട്ടിടം തന്നെയാണ് ഇവിടെ ഇറാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നടത്തിയ ഒരു അറ്റാക്കിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇറാൻ ഉപയോഗിച്ചിരുന്നു. അത്തരത്തിലുള്ള ബോംബുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഈ ഓഫീസ് കെട്ടിടം തകർത്തിരിക്കുന്നത് എന്നാണ് ഇറാന്റെ അവകാശവാദം. ഈ ഓഫീസിനകത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എയർഫോഴ്സ് കമാൻഡർ ഉണ്ടായിരുന്നോ എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. അധികം വൈകാതെ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.